Hello friends. അപ്പോൾ ഇന്നത്തെ സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് പാറ്റേൺ പ്രിന്റിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് വേറെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് നമ്മൾ നോക്കിയിരുന്നു. ഇപ്പോൾ ഈ പിരമിഡ് തന്നെ നമ്മൾ വേറൊരു പിരമിഡ് നോക്കിയിരുന്നു കേട്ടോ. ഹാഫ് പിരമിഡ് ഇവിടെ നോക്കിയിരുന്നു. ഇത് തിരിച്ചിട്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇൻവേർട്ടഡ് ഹാഫ് പിരമിഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ മറ്റ് പിരമിഡിനെ കുറിച്ച് ഹാഫ് പിരമിഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതേ സെയിം ലോജിക്ക് തന്നെ നമ്മൾ നേരെ തിരിച്ച് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഫസ്റ്റ് ലൈനിൽ വരുന്നത് നമ്മൾ എത്രയാണോ കൊടുത്തിട്ടുള്ളത്, എത്ര ലൈൻസ് ആണോ കൊടുത്തിട്ടുള്ളത്, ആ നമ്പർ ഓഫ് ലൈൻ സ്റ്റാർസ് ആണ് നമ്മൾ ഫസ്റ്റ് ലൈനിൽ പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡിൽ എന്താ വരുന്നത്, സെക്കൻഡ് ലൈനിൽ വരുന്ന സമയത്ത് ഒരു സ്റ്റാർ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്യിച്ചു. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ 6 വന്നു, പിന്നെ 5 വന്നു, പിന്നെ 4 വന്നു, പിന്നെ 3 വന്നു. അങ്ങനെ ഓരോ ലൈനിൽ വരുന്ന സമയത്തും ഓരോ സ്റ്റാർ കുറച്ച് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു ലോജിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫോർ i = 1 മുതൽ എത്ര ലൈൻസ് ഉണ്ടെന്ന് നമ്മൾ ഫസ്റ്റത്തെ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ 1 2 3 4 5 6. അപ്പം നമ്മളിവിടെ എന്ത് കൊടുത്തു, 6 എന്ന് കൊടുത്തു, i++. അടുത്ത ലൂപ്പ് എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓരോ ലൈനിലും എത്ര സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കണം എന്നാണ് നമ്മൾ ആ ലൂപ്പിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇതിൽ എത്ര ലൈൻസ് ആണോ കൊടുത്തിട്ടുള്ളത് അത്രയും സ്റ്റാർ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെയുള്ള ലൂപ്പൊക്കെ നമ്മൾ ഇൻക്രിമെൻ്റാണ് ചെയ്തിരുന്നത്. ഇത് നമുക്ക് ഡിഗ്രിമെൻ്റ് വെച്ചിട്ട് മൈനസ് ചെയ്തിട്ട് 1 മൈനസ് ചെയ്തിട്ട് നമുക്ക് ലൂപ്പ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 4j = 6 കൊടുത്തു. അടുത്ത് ജെൻ്റെ കണ്ടീഷൻ കൊടുക്കാം. j > or equal to i. നമുക്കതൊന്ന് നോക്കി നോക്കാം. j -. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു, പ്രിൻ്റ് സ്റ്റാർ കൊടുത്തു. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കാം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4i = 1, അതിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് നമുക്ക് ലൂപ്പിലേക്ക് വന്നു. j = 6, j > or equal to i. jൻ്റെ വാല്യൂ ഫസ്റ്റ് 6 ആണ്. ഇതിൻ്റെ വാല്യൂ ഫസ്റ്റ് ടൈം 1 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്. j > i ആണ്, j -. അല്ല, അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഫസ്റ്റ് ഇവിടെ ഒരു സ്റ്റാർ ഇവിടെ പ്രിൻ്റ് ചെയ്യിച്ചു. ഇവിടെ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു. അതിനുശേഷം ജെൻ്റെ വാല്യൂ ഒന്ന് എന്ത് ചെയ്തു, മൈനസ് ചെയ്തു, 1 വെച്ച് മൈനസ് ചെയ്തു. അപ്പോൾ ജെൻ്റെ വാല്യൂ എന്തായി, 5 ആയി. ആ സമയത്ത് നമ്മൾ അതിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. ആ സമയത്ത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു, 5 > or equal to 1 ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ ലൂപ്പിലേക്ക് വന്ന് സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു. അങ്ങനെ പിന്നത്തെ ടൈം ജെൻ്റെ വാല്യൂ 4 ആയി, അപ്പോഴും ഒരു വാല്യൂ പ്രിൻ്റ് ചെയ്യിച്ചു. പിന്നത്തെ ടൈമിലും എന്ത് ചെയ്തു, ജെൻ്റെ വാല്യൂ 3 ആയപ്പോൾ പിന്നെ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു. പിന്നെ 2 ആയി, അപ്പോഴും ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു. പിന്നെ 1 ആയി, അപ്പോഴും സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു. ഇപ്പോൾ എത്ര സ്റ്റാർ ആയി, 1 2 3 4 5 6. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർ കംപ്ലീറ്റ് ആയി കണ്ടോ. അതിനുശേഷം ജെൻ്റെ വാല്യൂ ഒന്നുകൂടി മൈനസ് ആവുമ്പോൾ എന്തായി, 0 ആയി. അപ്പോൾ എന്തായി, ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. നേരെ ഇവിടെ വന്നു. ഇവിടെ ആകുമ്പോൾ എന്താ വരുന്നത്, ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ന്യൂ ലൈന് പ്രിൻ്റ് ചെയ്യിച്ചിട്ടുണ്ട്, സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ലൈന് പ്രിൻ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇതൊരു പുതിയ ലൈനിലേക്ക് വന്നു ഇവിടെ. ഇനി നമുക്ക് ജെൻ്റെ വാല്യൂ, അതിൻ്റെ വാല്യൂ 2 ആയി. അപ്പോഴും ജെൻ്റെ വാല്യൂ 6 ആണ്. ജെൻ്റെ വാല്യൂ 6, അതിൻ്റെ വാല്യൂ 2 ആണ്. ആ സമയത്ത് ലൂപ്പിലേക്ക് കണ്ടീഷൻ എന്താ വെച്ചാൽ 6 > or equal to 2 ആണോ നോക്കി. അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു. പിന്നെന്തായി, ജെൻ്റെ വാല്യൂ
5 ആയി. അപ്പോഴും എന്തായി ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിച്ചു. പിന്നെ ജെൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ 2 ആണ്, സെക്കൻഡ് ടൈമാണ്. ജെൻ്റെ വാല്യൂ 4 ആയപ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് അയച്ചു. പിന്നെ 3 ആയപ്പോൾ പിന്നെയും ഒരു സ്റ്റാർ പ്രിൻ്റ് അയച്ചു. പിന്നെ 2 ആയപ്പോൾ ഒരു സ്റ്റാർ പിന്നെയും പ്രിൻ്റ് അയച്ചു. ഉണ്ടോ? പിന്നെ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് നോക്കി. അത് ട്രൂ ആയപ്പോഴാണ് ഇവിടെ സ്റ്റാർ പ്രിൻ്റ് അയച്ചു. പിന്നെ എന്ത് ചെയ്തു? ജെൻ്റെ വാല്യൂ ഒന്ന് മൈനസ് ആയി. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ സെക്കൻഡ് ലൈൻ കഴിഞ്ഞു, സ്ലാഷ് പ്രിൻ്റ് അയച്ചു, തേർഡ് ലൈനിൽ വന്നു. അപ്പോൾ പിന്നെ ജെൻ്റെ വാല്യൂ 6 ആയി, അതിൻ്റെ വാല്യൂ 3 ആയി. അപ്പോൾ എന്തായി? ഒരു 6 ആയി, അതിൻ്റെ വാല്യൂ 3 ആയി. ഒരു സ്റ്റാർ പ്രിൻ്റ് അയച്ചു. പിന്നെ ജെ 5 ആയി, അപ്പോഴും ഒരു സ്റ്റാർ പ്രിൻ്റ് അയച്ചു. പിന്നെ 4 ആയി, ഒരു സ്റ്റാർ പ്രിൻ്റ് അയച്ചു. പിന്നെ 3 ആയി, അപ്പോഴും എന്തായി? ഒരു സ്റ്റാർ പ്രിൻ്റ് അയച്ചു. അപ്പോൾ എന്തായി? പിന്നെ ഒന്നുകൂടി മൈനസ് ചെയ്തു, ജെൻ്റെ വാല്യൂ ഒന്ന് മൈനസ് ചെയ്തപ്പോൾ 2 ആയി. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ന്യൂ ലൈൻ പ്രിൻ്റ് അയച്ചു. ജെൻ്റെ വാല്യൂ 6ഉം, അപ്പോൾ അതിൻ്റെ വാല്യൂ 6 ആവുന്ന സമയത്ത് കണ്ടീഷൻ ട്രൂ ആണ്. നേരെ ഇത് പ്രിൻ്റ് അയച്ചു, ഒരു സ്റ്റാർ പ്രിൻ്റ് അയച്ചു. ഇത് ഏറ്റവും ലാസ്റ്റ് ഈ കണ്ടീഷനാണ് കേട്ടോ. ജെൻ്റെ വാല്യൂ 6 ആവുന്ന സമയത്ത് 7 ആയത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇവിടെ എന്ത് ചെയ്തു? ജെൻ്റെ വാല്യൂ മൈനസ് ആയി. ജെൻ്റെ വാല്യൂ 5 ഗ്രേറ്റർ ദാൻ 6 ഫോൾസ് ആയി. നേരെ പ്രിൻ്റ് ലൈൻ ന്യൂ ലൈൻ പ്രിൻ്റ് അയച്ചു. നേരെ ഇവിടെ വന്നു, കണ്ടീഷൻ ഫോൾസ് ആയി, നേരെ കിട്ടും. അപ്പോൾ ഇതേമാതിരി നമുക്കൊരു പിരമിഡ് കിട്ടും. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പാറ്റേൺ .c എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ വോയിഡ് മെയിൻ, ഇപ്പോൾ നമ്മൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, i, j, r. എന്ന് വെച്ചാൽ r എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ലൈൻസ് ഉണ്ട് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ റോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലൂപ്പ് എഴുതി, for i equal to 1, i less than or equal to നമ്മളെന്താ കൊടുത്തിട്ടുള്ളത്? 6ന് പകരം 6 ആണ് വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ i++ കൊടുത്തു. ഈക്വൽ ടു എത്ര ലൈൻ ഉണ്ടോ അതാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മൾ 6 കൊടുത്തു, 6. പിന്നെ നമ്മൾ j ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു i കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, നമ്മൾ സിംഗിൾ ലൈനാണ്. അത് നമ്മൾ പ്രിൻ്റ് ഓഫ് സ്റ്റാർ കൊടുത്തു. ആ ലൂപ്പിന് പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? പ്രിൻ്റ് ഓഫ് ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യിച്ചു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സേവ് ചെയ്തു, അതിനുശേഷം നമ്മൾ കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്തപ്പോൾ നമുക്ക് എറേഴ്സും വാർണിംഗ് ഒന്നും ഇല്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? റൺ കൊടുത്തു. കണ്ടോ? നമുക്ക് ഫസ്റ്റ് ലൈനിൽ 6 സ്റ്റാർ ഉണ്ട്. നമ്മൾ r-ൻ്റെ വാല്യൂ 6 ആയിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളത് 5 സ്റ്റാർ കിട്ടി. അങ്ങനെ നമുക്ക് എത്ര ലൈനാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു റിവേഴ്സ് പിരമിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.